Watch India's largest kids library only on Jio Hotstar. Download the app now. അല്ല, ആർക്കെങ്കിലും എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? ഈ ജോൺ ദ ഡോണിനെ എവിടെ കാണാം? ആദ്യമായിട്ട് കാണുക ജോണിനെ ഒരാൾ അന്വേഷിച്ച് വരുന്നത്. അല്ല, കേട്ടിട്ടുണ്ട് ജോൺ ലോക്കർ തുറക്കാൻ എക്സ്പെർട്ട് ആണെന്ന്. അതെ അതെ, അതൊക്കെ ശരി തന്നെ. ഇപ്പൊ ഏത് ലോക്കർ ഓപ്പൺ ചെയ്യേണ്ടത്? എന്റെ പേര് രജത് സിംഗാനിയ എന്നാണ്. എന്റെ വല്യപ്പൻ ഒരു ലോക്കറിൽ വളരെ വില കൂടിയ രത്നങ്ങൾ വെച്ചിട്ടുണ്ടായി. അതെന്റെ മകന്റെ വോയിസിൽ കോഡ് വേർഡ് പറഞ്ഞാൽ മാത്രമേ തുറക്കൂ. ഇപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാ എന്റെ മകന്റെ വോയിസ് ഒരു ആക്സിഡന്റിൽ നഷ്ടപ്പെട്ടു. ഞാൻ വളരെ അധികം ട്രൈ ചെയ്തു, ലോക്കർ തുറക്കണില്ല. ഞാൻ പിന്നെ കേട്ടു ജോൺ ഒരു വളരെ എക്സ്പെർട്ട് ആണ് ഇതുപോലത്തെ ലോക്കറുകൾ തുറക്കാൻ. അതുകൊണ്ടാണ് ഞാൻ ആളെ തേടണേ. ജോൺ ആ ലോക്കർ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അതിനകത്തെ എല്ലാ ഡയമണ്ട്സും അവൻ എടുത്തുകൊണ്ട് പോകുമല്ലോ. ലോക്കർ തുറക്കുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം കേട്ടോ. അല്ലേ മോട്ടോ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? പൊതുവായി പറഞ്ഞ ഞങ്ങൾ ഈ ലോക്കറൊന്നും ഓപ്പൺ ചെയ്യാറില്ല. പിന്നെ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഞങ്ങളിത് ചെയ്യാം. ഇതാണ് എൻ്റെ മകൻ പങ്കജ്. കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് ഒരു ആക്സിഡന്റ് ഉണ്ടായി ഇവന്. എന്നിട്ട് അവന്റെ വോയിസ് നഷ്ടപ്പെട്ടു. ഇത് നോക്കൂ, ഇവിടെ കുറെ ടൂൾസ് ഉണ്ട്. കുറെ പേര് ഇവിടെ ഇത് തുറക്കാനായിട്ട് ശ്രമിച്ചു, പക്ഷെ ആർക്കും തുറക്കാൻ പറ്റിയില്ല. ഓഹോ, അപ്പൊ ഇതിനെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഐഡിയ മോട്ടു, നമുക്ക് ഈ ലോക്കറിനെ ആകാശത്തേക്ക് കൊണ്ടുപോകാം. എന്നിട്ട് അവിടുന്ന് ഇത് താഴേക്ക് ഇടാം. ലോക്കർ താഴെ വീഴുമ്പോ തന്നെ പൊട്ടിക്കോളും. ഓ ചങ്കേ, ലോക്കർ താഴെ കിട്ടോ. ശരിയെന്നാ, ഞാൻ ഈ കയറിനെ കെട്ടഴിക്കാൻ പോവാ. ഞാൻ ഈ കയറിനെ കെട്ടഴിച്ച് കേട്ടോ. ഇനിയിപ്പോ ഈ ലോക്കർ താഴെ വീണോളും. ചങ്കേ, ആ ലോക്കറിന്റെ കൂടെ നീയും പോവാണോ? മോട്ടു, ആ, ഞാൻ മറന്നുപോയല്ലോ. രക്ഷിക്കണേ. വലിയേട്ടാ. എനിക്ക് തോന്നുന്നു എന്റെ ശരീരം മുഴുവൻ പൊടിഞ്ഞു പോയെന്ന്. എന്നാലും ലോക്കർ തുറന്നു കിട്ടിയല്ലോ. ഇല്ല മോട്ടു, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. കണ്ടില്ലേ, അത് തുറന്നിട്ടില്ല. നമ്മൾ വേറെന്തെങ്കിലും ഐഡിയ ആലോചിക്കണം. മിസ്റ്റർ സിംഗാനിയ, ഞങ്ങൾ നിങ്ങളുടെ മോന്റെ ശബ്ദത്തിലുള്ള കോഡ് പറഞ്ഞേക്കാം. അപ്പൊ ഈ ലോക്കർ തുറക്കുമല്ലോ. ശബ്ദം മാറ്റി സംസാരിക്കുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം കേട്ടോ. മിമിക്രിയൊക്കെ ഞാൻ വളരെ നന്നായിട്ട് ചെയ്യുന്ന ആളാ. നിങ്ങളുടെ മകന്റെ ശബ്ദം വല്ലതും ഇരിപ്പുണ്ട്, എന്നെ ഒന്ന് കേൾപ്പിക്കാവോ? ഒരു മിനിറ്റ്. ഈ ലോക്കർ നീ തുറക്കാൻ ശ്രമിച്ചാൽ എന്നേക്കുമായി നീ ലോകത്ത് നിന്ന് തന്നെ അപ്രത്യക്ഷനാകും. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ഇക്കാര്യം നീ പുറത്താരോടെങ്കിലും പറഞ്ഞാൽ നീ എന്നേക്കുമായി മുകളിലേക്ക് തന്നെ പോകും. അതായത് നിന്നെ കൊന്നുകളയുമെന്ന്. ഇപ്പൊ ആരോ എന്നെ ഫോൺ ചെയ്ത് മിരട്ടിയിരുന്നു. ലോക്കർ ഓപ്പൺ ചെയ്യണ്ടെന്നാ പറഞ്ഞത്. അങ്ങനെ ചെയ്ത നിന്നെ ഈ ലോകത്തിന് പറഞ്ഞയക്കുന്നു. ഈ ലോക്കർ തുറന്ന എന്തൊക്കെ സംഭവിക്കുന്ന യാതൊരു പിടിയില്ല. നിങ്ങൾക്കും ഇതുപോലെയുള്ള ബ്ലാക്ക് മെയിൽ കോൾ വന്നിരുന്നോ? പറയൂ. ഇല്ല, ഒരിക്കലും ഇല്ല. ആര് ആ ഭീഷണിപ്പെടുത്താനാ? ശരി, അതൊക്കെ വിട്ടേക്ക്. എന്നെ ആരോ കളിപ്പിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും. താങ്ക് യു വെരി മച്ച് എവറിബഡി. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വളരെ നന്ദി. അതായത് നിങ്ങൾ എല്ലാവരും എന്റെ ബർത്ത്ഡേക്ക് പറയാതെ തന്നെ ഒരു പാർട്ടി തന്നിരിക്കുന്നു. അതായത് ഒരു സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി. അതായത് വളരെ വളരെ നന്ദിയുണ്ട്. ശരി, ഇപ്പൊ ഞങ്ങൾ അതേ വോയിസിൽ കോഡ് വേർഡ് പറയാൻ ട്രൈ ചെയ്തേക്കാം. ആ കോഡ് പറഞ്ഞേക്കൂ. ഞാൻ പറഞ്ഞുതരാം. ಐದು ಕಸಿನ್ಸ್ ನನ್ನೇ ಯಾರಾவது ಒಬ್ಬರ ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ ತಾತಾಗು ಪರ್ಸನಲ್ ಆಸ್ತಿ ಎಲ್ಲಾಮೇ ಉನಕ್ಕೆ ಸಿಗುತ್ತೆ. ആദ്യം ഞാൻ പറയാം. 5 കസ്രാത്തോ നന്ദിയോ ശ്രുത്തെ സുബ്രഹ്മണ്യത്തോ താത്ത സാറേ ഒന്നുകൂടെ പറഞ്ഞ് എന്താ? ഇതെന്താ സംഭവം? ഇതാണ് സേഫ്റ്റി പ്രിക്കോഷൻ. തെറ്റായിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും ഇത് തുറക്കാൻ ശ്രമിച്ചാൽ ഇങ്ങനെ അടികൊള്ളും. പൊളിച്ചെടുത്തല്ലോ. എനിക്ക് ശബ്ദം മാറ്റി സംസാരിക്കുന്നതിൽ 20 കൊല്ലത്തെ അനുഭവം കേട്ടോ. കണ്ടോളൂ, ഞാൻ ശബ്ദം മാറ്റി സംസാരിക്കുന്നത്. 5 കസൻ നെല്ലി ആറാവതെ ഹോബ്ര കൊണ്ടേ മാറി കോതേ. പിന്നെ താത്താവിടെ എല്ലാ ആസ്തിയും നിങ്ങൾക്ക് തന്നെ കിട്ടും. ഹോകേ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ?
രക്ഷപ്പെട്ടു. ലോക്കർ അടിയിൽ നിന്ന് രക്ഷപ്പെടുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവമുണ്ട് കേട്ടോ. വേണ്ട, മമ്മി, രക്ഷിക്കണേ. ഈ ലോക്കറിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വലിയ പാടാ. നിങ്ങൾ താത്താങ്ക് പ്രോപ്പർട്ടി എന്നുള്ളത് ലാസ്റ്റിലാ പറഞ്ഞേ. അതിന്റെ ഓർഡറിൽ പറഞ്ഞാലേ ഈ കോഡ് കറക്റ്റ് ആവുള്ളൂ. ലോക്കർ തുറക്കാനുള്ള ശ്രമം നിർത്താൻ. അതായത് ഇത് ഞാൻ അവസാനമായിട്ടാണ് പറയണത്. ഇനി എന്തെങ്കിലും നടന്ന് അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ നിങ്ങൾക്കായിരിക്കും. മനസ്സിലായോടാ മോനെ? താങ്ക് യു വെരി മച്ച് എവരിബഡി. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വളരെ നന്ദി. അതായത് നിങ്ങൾ എല്ലാവരും എന്റെ ബർത്ത്ഡേക്ക് പറയാതെ തന്നെ ഒരു പാർട്ടി തന്നിരിക്കുന്നു. അതായത് ഒരു സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി. വീണ്ടും അവൻ എന്നെ വിളിച്ചിരിക്കുക മോട്ടു. സിംഹാനിയ സാറിന്റെ മോന്റെ ശബ്ദത്തിനും ഇപ്പൊ വന്ന കോളിലെ ശബ്ദത്തിനും സാമ്യമുണ്ട് മോട്ടു. അതെ, രണ്ടും ആരോ ഒരാൾ ഒരേ ശബ്ദത്തിലാ പറയുന്നത്. ഇത് നോക്കൂ സിംഹാനിയ സാറേ, നിങ്ങളുടെ മോന്റെ ശബ്ദം എങ്ങോട്ടും പോയിട്ടില്ല. അവൻ നാടകം കളിക്കുകയാണ്. പക്ഷേ അവൻ എങ്ങനെ ഒരു നാടകത്തിനാ കളിക്കണേ? അത് തന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഐഡിയ. ഡോക്ടർ ജഡ്ക, ഒരു റോബോട്ട് സ്പൈഡർ ഉണ്ടാക്കാൻ പറ്റുമോ? അതിനെന്താ, കിട്ടുമല്ലോ, തീർച്ചയായും കിട്ടും. രക്ഷപ്പെടുത്തേ അമ്മേ. ദേ കണ്ടില്ലേ, ശബ്ദം പുറത്തേക്ക് വന്നു. എനിക്കറിയാം, ഇവൻ കള്ളം പറയായിരുന്നു. പങ്കജ്, സത്യം എന്താണെന്ന് പറ. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച ലോക്കർ തുറന്നിരുന്നു. എന്നിട്ട് അതിനകത്തിരിക്കുന്ന രത്നങ്ങളൊക്കെ എന്റെ കൂട്ടുകാരെ കാണിക്കാനായിട്ട് കൊണ്ടുപോയി. ഞാൻ തിരിച്ച വഴിയിൽ വന്നുകൊണ്ടിരുന്നപ്പോ ആ ബ്ലൂ വാനെ ഇടിച്ച് ഞാൻ വീണുപോയപ്പോ ആ ഡയമണ്ടിന്റെ ബാഗ് എവിടെയാ പോയെന്ന് എനിക്കും ഒരു ഐഡിയ ഇല്ല. പിന്നെ ഞാൻ പേടിച്ചുപോയി. അതുകൊണ്ട് ഞാൻ ഒച്ച പോയെന്നുള്ള അഭിനയിച്ചു. പിന്നെ വിചാരിച്ചു ഒച്ച ഇല്ലെങ്കിൽ ലോക്കർ തുറക്കണ്ടല്ലോ. അങ്ങനെ പിന്നെ ആർക്കും മനസ്സിലാവില്ല ലോക്കറിൽ വെച്ചിരുന്ന ഡയമണ്ട്സ് കാണാതെ പോയെന്ന്. ശരി മോനെ, നീ ഒന്നും പറയണ്ട. വരൂ, നമുക്ക് ആ ഡയമണ്ട് ബാഗ് പോയി തെരഞ്ഞു നോക്കാന്നേ. പക്ഷെ ആദ്യം നമുക്ക് ചിങ്കൻ സാറിന് ഫോൺ ചെയ്യാം. അദ്ദേഹം വന്നാ ഇത് എവിടെയുണ്ടെന്ന് കണ്ടുപിടിച്ചോളും. കണ്ടോ മോട്ടു പത്ലു, ഞാൻ ഈ നഗരത്തിലെ ബ്ലൂ വാൻ എല്ലാം വരുത്തിയിട്ടുണ്ട്. ചിങ്കം സാറേ, ഇപ്പൊ നമ്മൾ ആ ബ്ലൂ വാനാണ് കണ്ടുപിടിക്കേണ്ടത്. നടന്ന ആക്സിഡന്റില് ടിൻഡുണ്ടാവുമല്ലോ. ഞാനിത് ആലോചിച്ചു പോലില്ല. ചിങ്കൻ സാറേ, ഞങ്ങൾ എല്ലാവരും എന്തിനും കൂടെ പിടിച്ചോണ്ട് വന്നിരിക്കുന്നത്? ഞങ്ങളൊരു ബ്ലൂ വാൻ അന്വേഷിച്ചോണ്ടിരിക്കുകയാണ്. അതിലൊരു ചതവുണ്ട്. ആ വാനിനകത്ത് ഒരുപാട് ഡയമണ്ട്സ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. 3 ദിവസത്തിന് മുമ്പ് ആ വാനിന് ഒരു ആക്സിഡന്റ് സംഭവിച്ചു. ബോസ്, നമ്മുടെ വാനും നീലയാ. ആക്സിഡന്റ് കാരണം നമ്മുടെ വാനിലും ഡെന്റ് ഉണ്ടായിരുന്നു. അത് 3 ദിവസം മുന്നേ. ഇതേ ആൾക്കാരാ ഇവരുടെ വാന്റെ കൂടെ ആയിരുന്നു എന്റെ വണ്ടി ഇടിച്ചത്. അങ്ങനെയാണെങ്കിൽ ഡയമണ്ട്സിന്റെ ബാഗ് ഇവരുടെ വണ്ടിയിലായിരിക്കും വീണിരിക്കുന്നത്. ഡയമണ്ട്സിന്റെ ബാഗോ? അത് എന്റെ വണ്ടിക്കകത്ത്. മോട്ടു, അവനെ പിടിക്ക്, അല്ലെങ്കിൽ അവൻ ആ ബാഗ് എടുത്ത് കടന്ന് കളയും. മോട്ടു, ബാഗ് കിട്ടി. യെസ്, ഇതാ ബാഗ്. എടാ ജോണേ,
ചിങ്ക സാറേ ഇത് ബോൾ പാസ് ചെയ്തോണ്ടുള്ള ഒരു കളിയാ. വേഗം അതുകൊണ്ട് പാസ് ഓക്കേ, എന്നാ പിടിച്ചോ. നിങ്ങളിപ്പോ എന്താ കളിക്കുകയാണോ? നമുക്ക് ആ ഡയമണ്ടിന്റെ ബാഗ് എടുക്കേണ്ടതുണ്ട്. ഐ എം സോറി. ഹാൻഡ്സ് അപ്പ്. രക്ഷിക്കണേ ചിങ്കം സാറേ, എന്നെ രക്ഷിക്കണേ, രക്ഷിക്കണേ ചിങ്കം സാറേ. ഇവന്മാരെന്നെ ഓടിച്ചിട്ടാണല്ലോ തല്ലുന്നത്. എന്നെ വിട്, എന്നെ വിട് ചിങ്കം സാറേ. വൈദ്യം കിട്ടിയില്ലേ പിന്നെ എന്തെങ്കിലും അടിക്കുന്നേ. അനങ്ങി പോരുത് ജോൺ, ആരും തൊട്ടു പോരുത്. ജോൺ, നീ ആ ഡയമണ്ട്സ് അടിച്ചു മാറ്റി പോവാൻ തീരുമാനിച്ചിരുന്നു. നീ ചെയ്ത തെറ്റിന് നിനക്കൊരു ശിക്ഷ കിട്ടണം. ഇപ്പൊ നീ തീരുമാനിച്ചോ, നിനക്ക് ഞാൻ ശിക്ഷ തരണോ അതോ മോട്ടു പത്രു ശിക്ഷ തരണോന്ന്? നിങ്ങൾ നല്ലൊരു ഇൻസ്പെക്ടറാണ് സാറേ, എനിക്ക് സാറിന്റെ ശിക്ഷ മതി. താങ്ക്സ് മോട്ടു പത്ലു. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. നിങ്ങളില്ലായിരുന്നെങ്കിൽ ഞാൻ രത്നങ്ങൾ നഷ്ടപ്പെട്ട ഭയത്തില് ഒരുപക്ഷെ ലൈഫിൽ മുഴുവൻ സംസാരിക്കില്ലായിരുന്നു. മക്കളെ, ഇനി ഒരിക്കലും നിങ്ങളുടെ അച്ഛനമ്മമാരുടെ അടുത്ത് ഒന്നും ഒളിക്കാൻ പാടില്ല, മനസ്സിലായോ? യെസ് സർ, താങ്ക്സ് എ ലോട്ട്. Watch India's largest kids library only on Jio Hotstar. Download the app now.